അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ട്രിപ്പ് പോവാണ്. സാർബുർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങള് ഈ ഡാംസ്റ്റഡിൽ ഒരു 200 കിലോമീറ്ററിന് മുകളിലുണ്ട്. അപ്പം നമുക്കിത് എന്നത്തെ പോലെ ഡാംസ്റ്റഡിൽ നിന്ന് തന്നെയാണ് ട്രെയിൻ പിടിക്കേണ്ടതും. അവിടുന്ന് നേരെ നമ്മൾ മൈൻസിലേക്ക് പോകും. മൈൻസിൽ നിന്ന് സാർബ്രൂക്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പിന്നെ അടുത്ത ട്രെയിന്. അതൊരു 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അതിനുശേഷം നമ്മൾ ഒരു 3/4 മണിക്കൂറിന്റെ യാത്ര അവിടുന്ന് സാർബുർഗിലേക്ക്. ഈ സാർബുർഗിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പട്ടണം. അതിൽ ഒരു 2 നദികൾ ഒന്നുചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പട്ടണത്തിന്റെ നടുവ് കൂടി ഈ നദി ഇങ്ങനെ ഒഴുകിപ്പോയി മറ്റൊരു നദിയിലേക്ക് ചേരുന്നതാണ് ഈ കാഴ്ച. അതിൽ ചെറിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കാണാനൊന്നുമില്ല ഇത്. പക്ഷെ എനിക്ക് ട്രെയിനിലൊരു യാത്ര അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പോവാം. ഒരു ചതി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 ഡാംസ്റ്റഡിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു മൈൻസിലേക്ക്. അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 11 മണിയോട് അടുത്ത് ഇവിടെ എത്തുമായിരുന്നു. സാർബുർഗിൽ എത്താൻ പറ്റുമായിരുന്നു. ഇതിപ്പം ഞങ്ങൾക്ക്, അതായത് ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഈ ഡാംസ്റ്റഡ് മെയിൻ സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ള ഈ ട്രാമുകളുണ്ടല്ലോ, ഇത് വൻ ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. ഇനി 7:30ക്കാണ് അടുത്ത ട്രെയിന്. അപ്പോൾ അതുവരെ ഈ ഡാംസ്റ്റഡ് ഓഫ് ബാനോഫ്, അതായത് സെൻട്രൽ സ്റ്റേഷൻ, ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന്റെ ചെറിയ ചരിത്രങ്ങളും അവിടെ എന്തൊക്കെയാണല്ലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എന്തായാലും സമയമുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓടി ചെന്ന് ട്രെയിനിൽ കയറുന്നതാണ്. ഇതിപ്പം ഇഷ്ടം പോലെ സമയമുണ്ടെന്ന്. ഇതാണ് ഗൈസ് എൻ്റെ ഡാംസ്റ്റഡ് ഓഫ് ബാനോഫ്. നല്ല ഭംഗിയുള്ളൊരു സെൻട്രൽ സ്റ്റേഷനാണിത്. ഇതിന്റെ ഉള്ളിലും ഇതിന്റെ സീലിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല 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 ഭംഗിയായി സീലിംഗ് കാണാൻ. അതിന്റെ ഡിസൈനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഇവിടുത്തെ ഒരു ക്ലാസ് 1 എക്സ്പ്രസ് ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ഒരു ലോക്കോമോട്ടീവിന്റെ മോഡലാണ്. 1934ലും 38ന്റെ ഒക്കെ ഇടയ്ക്കാണ് ഈ സംഭവം പണിതിട്ടുള്ളത്. ഇത് ഡാംസ്റ്റഡിൽ തന്നെയുള്ള ഒരു അപ്രന്റിസ് ഷോപ്പിലാണ് ഇത് പണിതിട്ടുള്ളത്, ലോക്കോമോട്ടീവിന്റെ. ഇത് ഒരു 10,200 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഈ മോഡൽ ഇവർ പണിതിട്ടുള്ളത്. വെറുതെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ല, നല്ല എല്ലാം ഡീറ്റെയിലിങ്. നിങ്ങൾക്ക് ആ ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഇത് അന്ധകാലത്ത് ഇവിടെ ഈ നമ്മുടെ ജർമ്മനിയിൽ ഉപയോഗിച്ചിരുന്ന ക്ലാസ് 1 ലോക്കോമോട്ടീവ്, എക്സ്പ്രസ് ലോക്കോമോട്ടീവിന്റെ ഒരു മോഡലാണ്. ഗൈസ്, നമ്മുടെ ഈ ഡാംസ്റ്റഡ് ഓഫ് ബാനോഫ് ഈ ഹെസ്സെ എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റിലെ 3ാമത്തെ ഏറ്റവും വലിയ ഒരു സെൻട്രൽ സ്റ്റേഷനാണ്. അതായത് ഫ്രാങ്ക്ഫർട്ടും വീസ്ബാഡൻ ഇങ്ങനെ 2 സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലുത് നമ്മുടെ ഈ ഡാംസ്റ്റഡ് ഓഫ് ബാനോഫ് ആണ്. ഒരു ദിവസം 35,000 പാസഞ്ചേഴ്സിനെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. അത് നല്ലൊരു ജർമ്മനിയിലെ ഒരു പോപ്പുലേഷന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. ഫ്രീഡ്രിച്ച് പിറ്റ്സർ എന്ന് പറയുന്ന ഒരു ഡിസൈനറാണ് നമ്മുടെ ഈ ഡാംസ്റ്റഡ് ഓഫ് ബാനോഫ് ഡിസൈൻ ചെയ്തത്. 1912 നമ്മുടെ ഈ ഓഫ് ബാനോഫിന്റെ വർക്കെല്ലാം തീർന്നാണ്. ഇതൊരു ന്യൂവോ ആർട്ടിസ്റ്റിക് സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഓഫ് ബാനോഫ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതൊരു മോഡേൺ, അതായത് ഈ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റൈലാണത്. അങ്ങനത്തെ ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഓഫ് ബാനോഫിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ ഓഫ് ബാനോഫ് ഈ പണിയാനുള്ള മെയിൻ കാരണം, പണ്ട് ഡാംസ്റ്റഡിൽ 2 ഓഫ് ബാനോഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ജർമ്മനിയിലെ ഈ ഒരു ഏരിയയിലെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞപ്പം ആണ് ഈ പുതിയൊരു ഓഫ് ബാനോഫ് എന്നുള്ളൊരു ആശയം ഇവർക്ക് വന്ന് അങ്ങനെ പണിതത്. ഉണ്ടായിരുന്ന 2 റെയിൽവേ സ്റ്റേഷനുകൾ മെയിൻ നെക്കർ റെയിൽവേ ആൻഡ് ലുഡ്വിഗ് റെയിൽവേ എന്ന് പറഞ്ഞ 2 സ്റ്റേഷനുകളായിരുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഈ കഞ്ചഷൻ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവർ അന്ന് പണിതത് 1912 പണിത നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഡാംസ്റ്റഡ് ഓഫ് ബാനോഫ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ ട്രെയിൻ വന്ന്, നമുക്ക് മൈൻസിലേക്കുള്ള ട്രെയിൻ വന്നു. ഇനി നമ്മൾ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ മൈൻസ് എത്തും. അപ്പം സീറ്റ് എന്തായാലും കിട്ടി. തിരക്കില്ല, ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ വണ്ടികൾ കുറവാ ഇന്ന്. സാധാരണ ഉള്ള ദിവസങ്ങളിൽ അത്രയും വണ്ടികൾ ഈ ട്രെയിനുകളൊന്നും ഈ നമ്മുടെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഉണ്ടാവില്ല ജർമ്മനിയിൽ. അപ്പം തിരിച്ചു വരലൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് പോവാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഡാംസ്റ്റഡ് ഓഫ് ബാനോഫിനെ കുറിച്ച്. ഈ 2ാം ലോക മഹായുദ്ധത്തില് റോയൽ എയർഫോഴ്സിന്റെ എയർ റെയ്ഡിൽ പൂർണ്ണമായും തകർന്നു പോയതാണ് നമ്മുടെ ഈ ഓഫ് ബാനോഫ്. പിന്നീട് അവർ റീകൺസ്ട്രക്ട് ചെയ്താണ് ഇതൊക്കെ. അന്ന് ഇവിടുത്തെ കെമിക്കൽ ഫാക്ടറി, ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴും ഒരു രാജ്യത്തിന് നമ്മൾ യുദ്ധത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രക്ചർ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു ഒരു ശത്രു രാജ്യത്തിന്റെ മുൻഗണന. അങ്ങനെ അതിന്റെ ഒരു ആഘാതത്തിൽപ്പെട്ടുപോയ മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ
ഡാംസ്റ്റഡ്. ഇന്നിപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഇങ്ങനത്തെ ഒരു ചരിത്രം ഇതിനുണ്ടായിരുന്നു എന്ന്. ഒക്കെ അത് അന്നത് എങ്ങനെയാണെന്നോ അതേപോലെ ഇവര് സംഭവം തിരിച്ചു പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്ര പോകാം. അടുത്ത നമ്മുടെ മൈൻസ് ആണ്. മൈൻസിലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ അവിടുത്തെ ചരിത്രം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് വേറെ ഡിസൈൻ ചെയ്ത് ഏത് വർഷം ഒക്കെ കേട്ടോ. വീണ്ടും നമ്മൾ റൈൻ നദി മുറിച്ച് കിടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന ഈ സാർബുർഗ് എന്ന് പറഞ്ഞ സ്ഥലവും റൈൻലാൻഡ് തന്നെയുള്ള ഒരു റൈൻലാൻഡ് എന്ന സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മളിനി മൈൻസ് എത്തി. ഇനി നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻസ് ആണ്. മൈൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം അടുത്ത ട്രെയിനിന്. അങ്ങനെ നമ്മൾ മൈൻസ് ഓഫ് ബാനോഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രെയിന് 8:53-നാണ്. അപ്പം ഏറെക്കുറെ ഒരു അരമണിക്കൂർ കൂടുതൽ സമയമുണ്ട്. അപ്പം ഞാൻ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ഓഫ് ബാനോഫിൻ്റെ ചരിത്രം എന്ന് പറയാം. ഇത് 1884-ലാണ് ഈ ഓഫ് ബാനോഫ്, അതായത് ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ പണി കഴിഞ്ഞത്. ഇതിൻ്റെ ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഫിലിപ്പ് ജൊഹാൻ ബെർഡെല്ലെ, അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളാണ്. സംഭവം ഇതൊരു ഇറ്റാലിയൻ ഡിസൈനൊക്കെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതും ഈ സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്നു പോയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നീട് പുനർനിർമ്മിച്ചതാണ്. അപ്പം ഇവിടുത്തെ ട്രാഫിക് ഇതേപോലെ ആൾക്കാരുടെ എണ്ണം, യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവർ വലുതാക്കി വന്നൊരു സെൻട്രൽ സ്റ്റേഷനാണിത്. ഇത് മൈൻസ് ഈ റൈൻലാൻഡിലെ വളരെ ഏറ്റവും വലിയ സ്റ്റേഷനുകളിൽ ഒരു സ്റ്റേഷനാണ് നമ്മുടെ മൈൻസ് ഓഫ് ബാനോഫ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൻ്റെ ഇൻറ്റീരിയറും ഉള്ളിൽ എല്ലാത്തരം ഷോപ്പുകളും ഉണ്ട്. മക്ഡൊണാൾഡ്സും എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ഫുഡ് കഴിക്കാനും എല്ലാ എമ്യൂണിറ്റീസും ഒക്കെ എല്ലാം ഉണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ട്രാമുണ്ട്, ബസ്സുകളുണ്ട്. ഒക്കെ നമുക്കൊക്കെ ഇത് ഈ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ എല്ലാ ഭാഗത്തേക്കും ഈ റൈൻലാൻഡിലേക്കുള്ള എല്ലാ കണക്ഷനും ഇവിടുന്നുണ്ട്. ഇപ്പം നമ്മളീ പോകുന്ന സാർബുർഗ് വരെ ഈ റൈൻലാൻഡ് സ്റ്റേറ്റിലുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്കൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ വിടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ സ്റ്റേഷൻ. ഇതാണ് ഈ ഓഫ് ബാനോഫിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ സ്റ്റെപ്പുകൾ, ഇവിടെ എസ്കലേറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നല്ല നല്ല ഡിസൈനൊക്കെ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നമ്മൾ ഡാംസ്റ്ററിനേക്കാളും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ മൈൻസ് ഓഫ് ബാനോഫിന്. നമ്മൾ പുറത്തൊക്കെ കുറച്ച് നടന്ന് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി. ഇനി അധികം സമയമില്ല നമ്മുടെ ട്രെയിൻ വരാൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതൊരു ഡീസൽ പവേർഡ് ട്രെയിനാണ്. സാധാരണ നമ്മുടെ ഇവിടെ ഞാൻ അധികം ഇലക്ട്രിക് വണ്ടികളിലാണ് അധികം യാത്ര ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സാർബുർക്കൻ വരെയുള്ള ഒരു യാത്രയാണ് നമുക്കിനിയുള്ളത് ഈ ട്രെയിനിൽ. ഒരു 2.25 മണിക്കൂറോളം നീണ്ട യാത്രയാണ്. അപ്പം ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം ഈ ട്രെയിൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയാം. ഇത് വളരെ ചെറിയൊരു ട്രെയിനാണ്, വലിയ നീളമൊന്നുമില്ല. ആകെ 2 കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള പോലത്തെ ഒരു സാധനമാണ്. പിന്നെ വണ്ടി ഓടുന്നത് ശരിക്കും ഡീസലിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഗിയറൊക്കെ മാറുന്ന സൗണ്ട് കേൾക്കാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് വ്ലെക്സ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ട്രെയിനാണ്. വ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ്സിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതിൻ്റെ പാരൻറ്റ് കമ്പനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ സ്റ്റേറ്റ് റെയിൽവേസിൻ്റെ കമ്പനി പെടുന്ന ഒരു സാധനമാണ് ഈ വ്ലെക്സ് ട്രെയിൻ. ഇത് റൈൻലാൻഡിലാണ് മെയിനായിട്ട് ഇവരുടെ ഓപ്പറേഷൻ മുഴുവൻ ഉള്ളത്. കുറച്ച് ഫ്രാങ്ക്ഫർട്ടിലുണ്ട്. അപ്പം ഇവരുടെ ട്രെയിനുകൾ അധികം ഈ ഡീസൽ എൻജിൻസ് ആണ്. ഈ ഡീസൽ ട്രെയിനുകളാണ് ഇവരുടെ അധികം. ഈ ആൽസ്റ്റോം കൊറാഡിയ LNT 54 എന്ന് പറഞ്ഞ ആ മോഡൽ ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഞാൻ നോക്കിയപ്പം 130 കിലോമീറ്ററൊക്കെ സ്പീഡുള്ളൂ. സാധാരണ ജർമ്മനിയിലെ എല്ലാ ട്രെയിനും മിനിമം ഒരു സ്പീഡ് കയറുമ്പോൾ 160 വരെയെങ്കിലും കയറും. പിന്നെ IC ഒക്കെ അതിൻ്റെ മുകളിലേക്ക് കയറുള്ളൂ. 160 ഇവിടുത്തെ ഒരു മീഡിയം സ്പീഡാണ്. പക്ഷേ ഈ ട്രെയിൻ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഒരു 130 വരെ ഇത് പോയുള്ളൂ. ഓക്കെ, അപ്പം ഈ വ്ലെക്സ് ട്രെയിനിലാണ് നമ്മുടെ യാത്ര. ഇനി ഈ ഗിയർ മാറുന്ന ശബ്ദമൊക്കെ കേട്ടത് മാനുവലാണോ ഓട്ടോമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സംഭവം ശരിക്കും ഗിയർ മാറുന്ന ശബ്ദം കേൾക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഗൗ ആൽഗസ് ഹൈം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പുരാതനമായൊരു സ്ഥലമാണ്. ഇത് പണ്ട് റോമക്കാരൊക്കെ കീഴടക്കിയ ഒരു സ്ഥലം കൂടിയാണ്. പണ്ടത്തെ എന്തോ അതിർത്തി, റോമൻ എംപററിൻ്റെ അതിർത്തിയൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ വൈൻ കൃഷിയുടെ ഒരു മെയിൻ ഏരിയ, ഇഷ്ടംപോലെ ലോക്കൽ വൈൻ ബ്രൂവറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഗൗ ആൽഗസ് ഹൈം. ഇവിടെ ഈ യങ് വൈൻ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്.
ഓക്കെ. എല്ലാ വർഷവും ഇങ്ങനെ ഫെസ്റ്റിവൽ ഉണ്ട് വൈനിന്റെ. അതൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എല്ലാം എവിടെ നോക്കിയാലും ഈ കൃഷികളൊക്കെ തന്നെയാണ്. ആ ദൂരെ കാണുന്നതൊരു ജർമ്മനിയിലെ ഒരു ചെറിയ പട്ടണമായിരിക്കും. കുറച്ച് റെസിഡൻസും കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ അവിടെ രണ്ട് മൂന്ന് ചെറിയ നമ്മുടെ ഈ ആൽദി, റീവ എന്നൊക്കെ പറയുന്ന പോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും. പിന്നെ കുറെ റോഡുകൾ ഉണ്ടാവും. ബസ്സുകളൊക്കെ കുറവായിരിക്കാം. അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലായിടത്തും ചിലപ്പോൾ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ആദ്യമായിട്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരുന്ന ഒരാൾ ഇത് പെട്ടെന്ന് ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിന് പ്രത്യേക ഭംഗിയാണ്. നമ്മളിവിടെ ഇരുന്ന് 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 കണ്ട് 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 നമുക്ക് അതൊരു സാധാരണ സംഭവമാവും നമുക്ക്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ജർമ്മനി കണ്ടിട്ട്. ഒന്ന് അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ആരും ഹോണ് പോലും അടിക്കില്ല വണ്ടി ഓടിക്കുമ്പോൾ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയണ്ടേ, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ അടിയുറച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ജർമ്മനിയിൽ നിന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. ഇനിയിപ്പം നമ്മൾ ഈ ട്രെയിനിന്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് ഗിയർ മാറിക്കൊണ്ടാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് നോക്കും. നിങ്ങൾ ഗിയർ മാറുന്ന സൗണ്ട് ഞാൻ കേട്ടെന്ന് വിചാരിക്കും. ശരിക്കും എനിക്ക് അവിടെ ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ പരമാവധി ആ വോയിസ് ഒന്ന് കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, ഇതാണ് ട്രെയിനിൻ്റെ ലാസ്റ്റ് കമ്പാർട്ട്മെന്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കിലേക്ക് കാണാൻ പറ്റും. ഇതൊരു പുതിയ ഒരു അനുഭവമാണ് കേട്ടോ എനിക്ക്. നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക്. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇനി നമ്മൾ സാർബ്രൂക്കനിൽ എത്താറായി. നമ്മൾ സാർബ്രൂക്കനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്ക് പിന്നെ ഒരു 3/4 മണിക്കൂർ നീണ്ട യാത്ര ഉള്ളൂ സാർബ്രൂക്കിലേക്ക്. അപ്പോൾ അധികം വൈകാണ്ട് നമ്മൾ സാർബ്രൂക്കിന് എത്തും ഇപ്പം. ഇതാ ഗൈസ്, മലയുടെ ചോട്ടിലുള്ള ചെറിയൊരു പട്ടണം. അതിന്റെ മുകളിലൊരു കാസ്റ്റിലും ഉണ്ട്. ഇങ്ങനത്തെ പലതരം ചെറിയ ചെറിയ ടൗണുകൾ നമ്മൾ ഈ വഴി കൂടെ നമ്മൾ പിന്നിട്ടിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഏഹ് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. അത് നമുക്ക് ആ മല, ആ പാറയുടെ നേരെ താഴത്ത് ചെറിയൊരു ടൗണ്. ഗൈസ്, അങ്ങനെ നമ്മൾ സാർബ്രൂക്കനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കണം. 10 മിനിറ്റിനുള്ള അടുത്ത ട്രെയിൻ വരും. നമ്മളിപ്പോൾ ഉള്ളത് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇനി 12ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകണം. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഓഫ് ബാനോഫ് ആണിത്. ഇതിനെക്കുറിച്ച് അധികം പറയാനൊന്നും സമയം കിട്ടിയില്ല. നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം 10 മിനിറ്റേ ഉള്ളൂ. അപ്പോഴേക്കും അപ്പുറത്തെത്തണം. അവിടെ കോബ്ലൻസിലേക്കുള്ള ഒരു ട്രെയിനാണ് നമ്മൾ പിടിക്കുന്നത്. അത് നേരെ സാർബുർഗിൽ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് അതിന്. അതൊരു RB ട്രെയിനാണ്. RB ഏറ്റവും. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൽ പോവാം. ഈ റെയിൽവേ സ്റ്റേഷൻ നല്ലതാണ്. ഇതിലെ ഈ സീലിങ്സിലുള്ള ചിത്രപ്പണികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് നമ്മുടെ ട്രെയിൻ കാത്തു നിൽക്കാം. അതിപ്പോൾ തന്നെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലേറ്റ് അല്ല സാധനം. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. പിന്നെ നമുക്കിതിൽ കയറാം. നമ്മുടെ സാർബുർഗിലേക്കുള്ള യാത്ര തുടരാം. യാത്രയുടെ സാർബുർഗ് ഇനി ഫൈനൽ ഫേസ് ആണിത്. നമ്മൾ സാർബുർഗിലെത്തും. അപ്പം സാർബുർഗിൽ നിന്ന് ബാക്കി പരിപാടികൾ. സാർബുർഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്തായാലും ഒരു അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം തന്നെ ഭയങ്കര ഓവറായിട്ട് നീളം കൂടിപ്പോയി ഈ വീഡിയോയുടെ. അപ്പം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് സാർബുർഗ് വരെ, ഇതിന്റെ പാർട്ടും ഉണ്ടാവും. സാർബുർഗ് വരെ പോയിട്ട് വരാം. ബാ. ഈ ബ്രൂക്കൻ എന്നൊക്കെ പറഞ്ഞ ഈ സ്ഥലം, സാർബുർഗ് ഒക്കെ ഉള്ളത് ഈ സാർ എന്ന് പറഞ്ഞ ഒരു പ്രവിശ്യയിലാണ്. അപ്പൊ ഈ സ്ഥലം വളരെ ഫേമസ് ആയിട്ടുള്ളത് ഇൻഡസ്ട്രീസിന് ഭയങ്കര ഫേമസ് ആയത്. മാത്രമല്ല ഈ ഒരു ഏരിയ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് പൂർണ്ണമായിട്ടും
ഈ അലൈഡ് ഫോഴ്സ് നശിപ്പിച്ച ഒരു സ്ഥലം കൂടിയാണ്. എന്നിട്ട് ഇവർ പുനർനിർമ്മിച്ചതാണ്. ഇവിടുത്തെ ടൗണുകളൊക്കെ അതേപോലെ ഇവർ വീണ്ടും തിരിച്ച് നിർമ്മിച്ചു കൊണ്ടുവന്നു. വളരെ പഴക്കം ചെന്ന പോലത്തെ ടൗണുകളാണെന്നാ പറയുന്നത്. നമുക്ക് ഇറങ്ങി കാണാൻ പറ്റിയില്ല. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. ഭയങ്കര ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടെ കോൾ മൈനിങ് ഭയങ്കര കൽക്കരി ഖനികൾ കണ്ടമാനമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇത് വളരെ വേണ്ടപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ജർമ്മനിയിൽ ഈ സാർ എന്ന് പറഞ്ഞ ഏരിയ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വോൾക്കിംഗൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇതൊരു പഴയ പട്ടണമാണ്, പഴയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇത് സാർ നദിയുടെ തീരത്താണുള്ളത്. തൊട്ടടുത്ത് തന്നെ ഫ്രാൻസും ഉണ്ട്. ഫ്രാൻസ് ആയിട്ടും ഈ ചെറിയ പട്ടണം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫാക്ടറി ഇപ്പൊ പ്രവർത്തനമല്ല. ഇതാണ് വോൾക്ലിംഗൻ അയൺ വർക്ക്സ് എന്ന് പറഞ്ഞ ഫാക്ടറി. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അയൺ വർക്ക് ഫാക്ടറി ഉള്ള ഒരു ഫാക്ടറിയാണ്. 1873 ഈ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ആയത്. യൂറോപ്പ് മൊത്തം ഇൻഡസ്ട്രിയലൈസ് ആവാൻ ഈ ഫാക്ടറികൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് ഈ ഫാക്ടറി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടമുള്ള ഒരു ഫാക്ടറിയാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അങ്ങനത്തെ ഒരു ഫാക്ടറിയാണ് നമ്മൾ ഈ കാണുന്ന വോൾക്ലിംഗൻ അയൺ വർക്ക്സ്. ഇതിന്റെ അധികം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ട്രെയിനിലായതുകൊണ്ട് കുറച്ചേ പറ്റുള്ളൂ. നിങ്ങൾ സ്ഥലം ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ശരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാർ ലൂയിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ്. ഇതൊക്കെ ഫ്രാൻസിനും ലക്സംബർഗിനോടൊക്കെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ചെറിയ പട്ടണങ്ങളാണ് ഈ പറയുന്ന സാർ ലൂയിസ്, വോൾക്ലിംഗൻ എന്നീ പട്ടണങ്ങളൊക്കെ. ഇവർക്കൊക്കെ തന്നെ ഒരു ഫ്രഞ്ച് കൾച്ചറിലൊക്കെ ഒരു ഫ്രഞ്ച് ചായവുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ആൾക്കാർ പല ഫ്രഞ്ച് ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആൾക്കാരൊക്കെ അത് കാണാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതൊക്കെ ഈ സാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ നദിയുടെ തീരത്ത് ഉള്ള ഒരു പട്ടണങ്ങൾ കൂടിയാണ് ഇവയെല്ലാം. ഇപ്പൊ ഉള്ളത് നമ്മൾ ഡില്ലിംഗൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ വന്ന് നിന്നിട്ടുള്ളത്. ഫുള്ള് നിങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഫുള്ള് ഈ ഗുഡ്സ് ട്രെയിനുകളാണ്. ഈ ഒരു ഏരിയ മുഴുവൻ ഇൻഡസ്ട്രിയൽ ഏരിയ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ ഡില്ലിംഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡില്ലിംഗനിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ സ്റ്റീൽ ഫാക്ടറികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഡില്ലിംഗൻ. ഇതൊക്കെ ഈ സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നദിയുടെ തീരത്ത് തന്നെയുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ ടൗണുകളാണ് ഇതെല്ലാം. നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ നമ്മുടെ സാർ നദിയുടെ തീരത്ത് കൂടിയാണ് ഈ റെയിലുള്ളത്. ഈ നമ്മൾ ഒരു സൈഡിലേക്ക് നോക്കിയാൽ കാണുന്ന മുഴുവൻ ഈ സാർ നദിയാണ്. സാർ നദിയോട് ചുറ്റപ്പെട്ടിട്ടുള്ള വനങ്ങളും. പിന്നെ പോകുമ്പോൾ പലയിടത്തും ഇവിടെ ആദ്യമായിട്ട് ഞാനൊരു ക്വാറി കണ്ടത് ഈ ഒരു റൂട്ടിലാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജില്ല. നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം നല്ല മലകളും കാടുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ പുഴ തന്നെ അത്യാവശ്യം വലിയൊരു ഭേദപ്പെട്ട പുഴയാട്ടോ, ചെറിയൊരു നദിയൊന്നും അല്ല ഇത്. ഇത് കൂടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചരക്ക് നീക്കങ്ങൾ അങ്ങനത്തെ നമ്മുടെ റൈൻ നദി കണ്ട പോലത്തെ വലിയ ചരക്ക് നീക്കങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ റെയിൽവേ സിസ്റ്റം ഉള്ളതുകൊണ്ടായിരിക്കും എല്ലായിടത്തും ഈ ഗുഡ്സ് ട്രെയിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാസഞ്ചർ ട്രെയിനിനേക്കാൾ അധികം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഈ നദിയിൽ കൂടെയുള്ള ഈ ചരക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാട് വളരെ കുറവാണ്. ഞാൻ കണ്ടില്ല അധികം. പിന്നെ ചിലപ്പോൾ ആഴം ഉണ്ടാവില്ലായിരിക്കാം. എന്തായാലും നമ്മൾ സാർബുർഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം ദൂരമില്ല സാർബുർഗിലേക്ക്. നമ്മളിനിയിപ്പോൾ എത്താൻ പോകുന്ന അവിടെ ഒരു 12:10 എത്തുമെന്നാണ് ഇത് കണ്ടത്. പക്ഷേ നമ്മുടെ ട്രെയിന് നമ്മുടെ നാട്ടിലൊക്കെ പിടിച്ചിടുന്ന പോലെ ഇവിടെയും ഒരു സാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഏതൊരു സ്ഥലം അവിടെ നമ്മളെ പിടിച്ചു വെച്ചു ഒരു 10 മിനിറ്റ്. അവിടെ സ്റ്റോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു 12:30 ആവും അവിടെ എത്താൻ, ഈ സാർബുർഗിലെത്താൻ. അപ്പം അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നേരെ നമ്മൾ ആ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുമായിരിക്കും. അതെന്തായാലും അടുത്തൊരു വേറൊരു വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടുണ്ടാവും. അതിലേ ഇടുന്നുണ്ടാവുള്ളൂ, ഇതിലെന്തായാലും ഉണ്ടാവില്ല. ഇത് ഞാൻ യാത്ര ചെയ്ത ഈ റെയിൽവേ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് ഈ വീഡിയോ. ഗൈസ്, അങ്ങനെ നമ്മൾ സാർബുർഗ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ബാനോഫ് എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് സാർബുർഗിൻ്റെ. നമുക്കിനി ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സാർബുർഗ് എന്ന പട്ടണത്തിൻ്റെ നടുവിലേക്ക് പോവാം. അവിടെ ആ ചെറിയ വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നുള്ള കഫേയൊക്കെ കണ്ട് നമുക്ക് വരാം. അപ്പോൾ അതെന്തായാലും അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. അപ്പോൾ ശരി.